എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ചോറിനും കഞ്ഞിക്കുമൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന പയറ് തോരനാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പയറ് തോരൻ തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് പയർ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ കുതിർത്തി വെക്കുകയാണെങ്കിൽ അല്ലാത്ത പാത്രത്തിൽ വേവിച്ചെടുക്കാം. കുതിർത്താതെ വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ് നല്ലത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലടിച്ചാൽ കുക്കറിൽ അത്യാവശ്യം പയർ നന്നായി വെന്ത് കിട്ടും. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകുന്നത് ഈ തോരൻ തയ്യാറാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. വേവിച്ച് വെച്ച പയർ നല്ലതുപോലെ ആവി പോയതിന് ശേഷം മാത്രം തുറന്നു നോക്കുക. പയർ തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 7-8 ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ചേർക്കാം. ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇടിച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്യുക. ഒരു 1 മിനിറ്റ് പൊടികളുടെ പച്ചമണം എല്ലാം മാറി നല്ലൊരു മൂത്ത സ്മെല്ല് വരുമ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ കീപ്പ് ചെയ്യുക. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/4 കപ്പ് ചിരവിയ തേങ്ങ ചേർത്തിട്ടുണ്ട്. തേങ്ങ ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ടാണ് തോന്നുന്നതെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് ചൂട് കയറ്റി എടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ചാൽ മതി. തീ കൂട്ടി വെക്കരുത്. അങ്ങനെ തീ കൂട്ടി വെച്ചാൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ തീയിൽ മാത്രം ഇത് കീപ്പ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് ആവി കയറുമ്പോൾ പയർ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആവാനും തേങ്ങയുടെ ആ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് കിട്ടാനും നല്ലതാണ്. ഒരു 3 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. പയറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് പയർ വെന്ത് പോയാൽ ഈ ഒരു തോരൻ തയ്യാറാക്കാൻ അത്ര നല്ലതായിരിക്കില്ല. ഇങ്ങനെ തന്നെ പയർ കിടന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു പയർ തോരൻ കഞ്ഞിക്കും ചോറിനൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.